എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒത്തിരി പുല്ലുമേഞ്ഞ വീടുകൾ നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാമായിരുന്നു. ഒരു പുരോഗതിയുമില്ലാത്ത, ഒരു പരിഷ്കൃതിയുമില്ലാത്ത, ശരിക്ക് ഒരു റൂട്ടിലോട്ട് ഒരു ബസ് പോലും ഇല്ലാത്ത, ഒരു ബസ് പോയാൽ അടുത്ത ബസ്സിന് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട, ജീപ്പിലും മറ്റുമൊക്കെ ആളുകളെ കാറ്റി തിക്കി നിറച്ചു കൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ലോകത്തിന്റെ, നമ്മുടെ നാട്ടിന്റെ മൊത്തം വൈബ് അതാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഇത് ഹോസ്പിറ്റലാണോ പഞ്ചനക്ഷത്ര ഹോട്ടലാണോ എന്ന് പോലും തിരിച്ചറിയുവാൻ സാധിക്കാത്ത രൂപത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. നമ്മുടെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സുഖകരമായി AC ഇട്ടുകൊണ്ട് തിരുവനന്തപുരത്തോട്ടോ കാസർഗോട്ടോ ഒക്കെ നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നു. അതായത് അതിനർത്ഥം ഈ കാലഘട്ടത്തിൽ വൈബ്രേഷൻ തന്നെ മാറി. ഈ മാറിയ വൈബ്രേഷൻ തിരിച്ചറിയാതെ പഴയ കാളവണ്ടി യുഗത്തിൽ അതേ വൈബ്രേഷനുമായിട്ട് പിതാവിന്റെ കടബാധ്യത പോലെ തന്നെ തനിക്കും, അതല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണോ ഉള്ളത്, സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, കുടുംബപരമായ ഇഷ്യൂ, ഭാര്യയുമായിട്ട് ഭർത്താവുമായിട്ട് ഒത്തുപോകാത്ത ഇഷ്യൂ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കലഹം, ലഹള, ഇതെല്ലാം ഒരു പ്രത്യേക വൈബ്രേഷനിൽ ആ വ്യക്തി കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്.